കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം അന്ന് അർദ്ധരാത്രിയോടുകൂടി വടകരയിലെ പാർലമെന്റ് മണ്ഡലത്തിലാകെ ഷാഫി പറമ്പിൽ MP ആയി മത്സരിക്കുന്ന സമയത്ത് ഷാഫി പറമ്പിലിനെതിരായി തികച്ചും വർഗീയപരമായ ഒരു കാർഡ് ഇറക്കിക്കൊണ്ട് ഈ വടകരയിലെ തോൽവി മുന്നിൽ കണ്ട് തങ്ങൾക്ക് എങ്ങനെയെങ്കിലും ജയിച്ചു കയറാൻ പറ്റുമോ എന്നുള്ള അവസാന തടവും മാറ്റുന്നതിന് വേണ്ടി യാതൊരു ഉളുപ്പുമില്ലാതെ ഷാഫിക്കെതിരെ വർഗീയ കാർഡുമായി കാഫിർ എന്ന രൂപത്തിലേക്ക് കാഫിറാണ് കാഫിറായ ആളുകൾക്ക് ശൈല ടീച്ചർക്ക് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന രൂപത്തിലേക്ക് അങ്ങേയറ്റത്തെ പച്ചയായ വർഗീയത വടകരയിൽ ആകെ പ്രചരിപ്പിച്ചുകൊണ്ട് വോട്ട് തട്ടാൻ വേണ്ടിയുള്ള ശ്രമം ഇവർ നടത്തുകയുണ്ടായി. ആ സമയത്ത് നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനായ ചെറുപ്പക്കാരന്റെ പേരിലേക്ക് ഈ കുറ്റം ആരോപിച്ചുകൊണ്ട് അവന്റെ പേരിൽ പരാതിയുമായി ഇവിടുത്തെ CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ പോലീസിനെ സമീപിക്കേണ്ടായി. അവസാനം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയപ്പോ ആ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായ ചെറുപ്പക്കാരൻ തികച്ചും നിരപരാധിയാണെന്ന് കണ്ടെത്തുകയും അവന്റെ ഫോണിൽ നിന്നല്ല ഇത് ഉണ്ടാക്കിയിട്ടുള്ളതെന്നും മറിച്ച് ഇത് ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നും വളരെ വ്യക്തമായി മനസ്സിലായതോടുകൂടി കേരളത്തിലെ പോലീസ് ഇതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ രാഷ്ട്രീയപരമായ ഒരു ഇടപെടൽ നടത്തി. റിബേഷ് ചാമേഷ് എന്ന് പറയുന്ന DYFIയുടെ അന്നത്തെ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്ന ആളാണ് ഇത് പ്രചരിപ്പിച്ചത് എന്ന് മാത്രം കണ്ടെത്തി ഈ കേസ് അവസാനിപ്പിക്കാൻ വേണ്ടി തയ്യാറായപ്പോഴാണ് ഈ കഴിഞ്ഞ കേരളത്തിൽ അധികാരത്തിൽ ഏറ്റെടുത്ത UDF-ന്റെ നേതൃത്വത്തിലുള്ള VD സതീശൻ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് തികച്ചും സമൂഹത്തിനകത്ത് വർഗീയത പ്രചരിപ്പിച്ച് ആളുകളെ തമ്മിലടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകളാണ് ഇടപെടലുകളാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ വർഗീയത സമൂഹത്തിനകത്തേക്ക് വെച്ചുപുറപ്പിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു SIT രൂപീകരിക്കുകയും ആ SIT കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി നടത്തിയ അന്വേഷണത്തിന്റെ ഫലമായി ഈ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് DYFIയുടെ നേതാവായ ജിതിൻ ഭാസ്കറാണെന്നും അദ്ദേഹമാണ് ഇത് വടകര സ്ക്വാഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് ആദ്യമായി പ്രചരിപ്പിച്ചത് എന്നും അതിനു പുറമെ ഈ CPM-മായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ സൈബർ ഹാൻഡുകളിലേക്കും ഇത് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തിയത് ജിതിൻ ഭാസ്കറാണെന്ന് DYFI ബ്ലോക്ക് കമ്മിറ്റി മെമ്പറായിരുന്ന ജിതിൻ ഭാസ്കറാണെന്ന് കൃത്യമായി മനസ്സിലാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ജിതിൻ ഭാസ്കറെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം പകൽ മുഴുവൻ വർഗീയത തുയട്ടെ എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മതേതരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന്റെ അപ്പോസ്തലന്മാരാണ് ഞങ്ങൾ എന്ന് പറയുന്ന DYFI. തങ്ങളുടെ കേവലമായ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി വർഗീയതയെ ഏതു തരത്തിലും വിയോജിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകളാണ് ഈ സമൂഹത്തിൽ നടത്തിയിട്ടുള്ളത്. ഇത് വടകര നാടിന് അങ്ങേയറ്റം അപമാനകരമാണ്. വടകരയിലെ പ്രബുദ്ധരായ ജനത ഇവർ നടത്തിയ വർഗീയ പ്രചരണങ്ങളെ അപ്പാടെ തള്ളിക്കളയുകയും വടകരക്കകത്ത് ഷാഫിക്ക് ലക്ഷക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷം സമ്മാനിച്ചുകൊണ്ട് ഇവരുടെ വർഗീയ കാർഡ് വടകര ജനത തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഇതുപോലത്തെ വർഗീയത കളിക്കുന്ന ആളുകളെ വടകര നാട് വെച്ചുറപ്പിക്കില്ല എന്നുള്ളതാണ് ഈ അറസ്റ്റോടുകൂടി ഇപ്പൊ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ഇത്തരം ഒരു നിലപാടെടുത്ത ആളുകളെ സംരക്ഷിക്കുന്ന DYFI ഉൾപ്പെടെയുള്ള പ്രവർത്തകന്മാർ ഈ നാടിന് അപമാനമായെന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രതിഷേധവുമായി ഞങ്ങൾ രംഗത്ത് വന്നിട്ടുള്ളത്. മികച്ച ഉപരിപഠനമാണോ ലക്ഷ്യമിടുന്നത് എങ്കിൽ ചേഞ്ച് യുവർ കരിയർ ഗിയർ വിത്ത് മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കൂ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത BCom ജനറൽ, BCom കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ, BBA ടൂറിസം, BCA, BA ഇംഗ്ലീഷ്, MA ഇംഗ്ലീഷ്, MCom എന്നീ UG PG കോഴ്സുകൾ കൂടാതെ CMA CAT, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, AI എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകളും മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. Where dreams take flight.